അടുത്തതായിട്ട് മലയാളം ഓഗസ്റ്റ് 1-നാണ് മലയാളം പരീക്ഷ. എനിക്ക് പ്രോപ്പർ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം, കുറച്ച് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഹൈസ്കൂൾ ടീച്ചർ എക്സാം നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പരീക്ഷയാണ് HST പരീക്ഷ അല്ലെ. അപ്പോ HST പരീക്ഷ എഴുതാനായിട്ടുള്ള കൺഫർമേഷൻ ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പോ എത്ര പേരാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും HST എക്സാമിന് വേണ്ടി പ്രത്യേക സബ്ജക്റ്റുകൾക്ക് അല്ലെ, ഈ 9 സബ്ജക്റ്റുകൾക്കാണ് ഈ വരുന്ന ഓഗസ്റ്റിൽ HST എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അതിൽ എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്, എത്ര പേരാണ് കൊടുക്കാത്തുള്ളത്, ഏതൊക്കെ വിഷയങ്ങൾക്കാണ് ഓൺലൈൻ പരീക്ഷകൾ, എഴുത്ത് പരീക്ഷയല്ല ഓൺലൈൻ പരീക്ഷകൾ ചില വിഷയങ്ങൾക്കെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നാണ് എക്സാം, ഏത് സമയത്താണ് എക്സാം, എപ്പോൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്കറിയാം നാച്ചുറൽ സയൻസ് പരീക്ഷ ഓഗസ്റ്റ് 4-നാണ് കേട്ടോ. നാച്ചുറൽ സയൻസ് പരീക്ഷ നമുക്ക് നേരത്തെ ഡേറ്റ് വന്നതാണ്. ഓഗസ്റ്റ് 4-നാണ് നാച്ചുറൽ സയൻസിന്റെ എക്സാം, HST നാച്ചുറൽ സയൻസ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് അപേക്ഷകർ, അതായത് കൺഫർമേഷൻ കൊടുത്തവരുടെയും അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കാത്തവരുടെയും എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര പേരാണ് ഓരോ ജില്ലയിലും അപേക്ഷിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും അല്ലെ. സോ സാധാരണഗതിയിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകർ ഉണ്ടാവുക. അപ്പോ ഇത്തവണയും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഞാനിങ്ങനെ ഓരോ ജില്ലകളിലും എത്ര അപേക്ഷകരാണ്, അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരുടെ എണ്ണം, അതുപോലെ തന്നെ കൺഫർമേഷൻ നൽകിയവരും കൺഫർമേഷൻ കൊടുക്കാത്തവരുടെ എണ്ണവുമാണ് ഇവിടെ ഉള്ളത്. സോ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ നോക്കൂ, 2596 അപേക്ഷകരാണ് മലപ്പുറം ജില്ലയിലുള്ളത് കേട്ടോ. അതില് 2596 പേര് അപേക്ഷിച്ചതില് 2357 പേരാണ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് അപേക്ഷകർ ഉള്ളത്, കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. then തൊട്ടടുത്ത് തന്നെ പാലക്കാട് ജില്ലയിലാണ് 1447 പേരാണ് ഇത്തവണ HSA നാച്ചുറൽ സയൻസ് എക്സാം എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ 241 പേര് കോട്ടയം അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലകളിലൊക്കെയാണ് ഏറ്റവും കുറവ് ആളുകൾ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. സോ ആകെ 12,486 പേര് അപേക്ഷിച്ചതിൽ 11,192 പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. 1,294 അസാധുവാണ്. ഇനി നമുക്ക് ഗണിതം HST മാത്തമാറ്റിക്സ് പരീക്ഷ ഓഗസ്റ്റ് 8-നാണ് HST മാത്തമാറ്റിക്സ് പരീക്ഷ നടക്കുന്നത്. ഇവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ 2,511 പേരാണ് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അപ്ലിക്കൻസ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് 1,325 അപ്ലിക്കേഷൻ കൺഫർമേഷൻ വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുമാണ് കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്, മലപ്പുറം ജില്ലയിലായിരിക്കും. കാരണം അവിടെ സ്കൂളുകൾ കൂടുതലാണ്, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ്സും കൂടുതൽ എപ്പോഴും നടക്കാറുള്ളതാണ്. സോ മാത്തമാറ്റിക്സില് HSA മാത്തമാറ്റിക്സ് 11,607 പേരാണ് എഴുതാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഇത്രയും ആൾക്കാരോട് കൂടിയാണ്. അതായത് നിങ്ങൾ ഏത് ജില്ലയിലാണോ അപേക്ഷിച്ചിട്ടുള്ളത്, അപ്പൊ നിങ്ങളുടെ കൂടെ മത്സരിക്കുന്നവരുടെ എണ്ണമാണ് നിങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ എണ്ണം കാണുമ്പോൾ കുറച്ചുകൂടെ ഊർജ്ജസ്വലരായി നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കണം. then ഇംഗ്ലീഷ് പരീക്ഷ അല്ലെ, ഓഗസ്റ്റ് 20-നാണ് HST ഇംഗ്ലീഷ് നടക്കാനായിട്ട് പോകുന്നത്. HST ഇംഗ്ലീഷ് 3,227 പേരാണ് മലപ്പുറം ജില്ലയിൽ നിന്ന്, ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയാണ്. അതേപോലെ തന്നെ ടോട്ടൽ 14,421 പേരാണ് HST ഇംഗ്ലീഷ് പരീക്ഷ ഈ വരുന്ന ഓഗസ്റ്റ് 20-ന് എഴുതാനായിട്ട് പോകുന്നത്. അടുത്തതായിട്ട് മലയാളം ഓഗസ്റ്റ് 1-നാണ് മലയാളം പരീക്ഷ. മലയാളം പരീക്ഷ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് എണ്ണം മറ്റുള്ള സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ് അല്ലെ. എങ്കിലും 884 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത്. പക്ഷെ സെയിം ആണ് 883-ഉം 884-ഉം.
അതായത് മലപ്പുറം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലുമാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികള് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. അപ്പൊ ടോട്ടൽ 5594 പേരാണ് HST മലയാളം പരീക്ഷ ഓഗസ്റ്റ് 1-ാം തീയതി എഴുതാനായിട്ട് പോകുന്നത്. അടുത്തതായിട്ട് ഹിന്ദിയാണ്. HST ഹിന്ദി ഓഗസ്റ്റ് 7-നാണ് നടക്കുക. 3313 അപേക്ഷകരാണ് HST ഇംഗ്ലീഷിനുള്ളത്. അപേക്ഷകരല്ല, കൺഫർമേഷൻ നൽകിയവർ. അടുത്തതായിട്ട് ഫിസിക്കൽ സയൻസ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വിളിച്ച ഒരു പരീക്ഷയാണ് ഫിസിക്കൽ സയൻസ് അല്ലെ. അപ്പോ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് കാലങ്ങളായി കാത്തിരിക്കുന്ന പരീക്ഷയാണ് ഈ HSA ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന പരീക്ഷ. ഓഗസ്റ്റ് 6-നാണ് ഈ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ HSA സബ്ജക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത് HSA ഫിസിക്കൽ സയൻസ് എക്സാമിനാണ് എന്ന് മനസ്സിലാക്കുക. 18,700 പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 18,700 പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. 4027 പേര് മലപ്പുറം ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 4027 ആണ്. അപ്പോ HSA ഫിസിക്കൽ സയൻസ് എഴുതാൻ പോകുന്നവർക്കൊക്കെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇത്. നന്നായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണം. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു കേസിലൊക്കെ ഇരുന്ന് പിന്നെ വിളിക്കുന്ന ഈ ഒരു പരീക്ഷയാണ്. ഒരുപാട് പേരെ കാത്തിരുന്ന ഒരു എക്സാം ആണ് അല്ലെ. HSA ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത് മത്സരാർത്ഥികൾ കൂടുതലാണ്. അപ്പോൾ മത്സരം കുറച്ച് കഠിനമായിരിക്കും. ടെൻഷൻ ഒന്നും ആവണ്ട. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. സോ നന്നായിട്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ, വളരെ കുറവ് ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലേക്കുള്ളത് അല്ലെ. അപ്പോ നന്നായിട്ട് തന്നെ പരിശ്രമിക്കുക. അപ്പോ ഇത്രയുമാണ്. ഇനി ബാക്കി തമിഴ്, സംസ്കൃതം, ഉറുദു തുടങ്ങി 9 വിഷയങ്ങളിലേക്കാണ് കേട്ടോ. 9 സബ്ജക്ട്സിലേക്കാണ് നമ്മുടെ HSA പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ നമ്മൾ കണ്ടു HSA ഫിസിക്കൽ സയൻസിനാണ് അല്ലെ. അപ്പൊ ടോട്ടൽ 66,000 പേരാണ് ഈ HST പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള ആൾക്കാർ. ഇത്രയും പേർക്കാണ് ഈ പരീക്ഷ എഴുതാനായിട്ട് കഴിയുക. ഈ 66,000 പേർക്കും കേരളത്തിന്റെ വിവിധ ജില്ലയിൽ നിന്നുള്ള ഇത്രയും പേർക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ജൂലൈ 23-നാണ് കേട്ടോ. അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ജൂലൈ 23-നാണ്. നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും www.keralapsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി, തുളസി അല്ലെ, ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. ജൂലൈ 23-ന് ഓപ്പൺ ആവും. അപ്പോ അഡ്മിഷൻ ടിക്കറ്റ് ഇല്ലാതെ നമുക്ക് പരീക്ഷയ്ക്ക് പോകാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് വന്നു കഴിയുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് കയ്യിൽ കരുതുക. ഓക്കെ, ഇനി നമ്മുടെ ഈ പരീക്ഷ HSA പരീക്ഷ രാവിലെയാണ് നടത്തുന്നത്. ചില എക്സാമുകൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകും. ചില പരീക്ഷകൾ, ചില ലാംഗ്വേജ് എക്സാംസ് ഒക്കെ വേറെ ടൈമിങ്ങിലായിരിക്കും. ജനറലി ഇപ്പൊ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് 7:15 മുതൽ 9:15 വരെയാണ് കേട്ടോ. രാവിലെ 7:15 AM to 9:15 AM വരെ ആയിരിക്കും നമ്മുടെ ഈ ഒരു പരീക്ഷയുടെ ടൈമിംഗ് വരുന്നത്. ദെൻ അടുത്തത് നമുക്കറിയാം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈൻ എക്സാം ആണെന്നല്ലേ. ഇപ്പൊ കഴിഞ്ഞ HSA ഒക്കെ നമ്മള് എന്താണ് ഓഫ്ലൈൻ ആയിട്ട് തന്നെയാണ് സ്കൂളുകളിൽ ബെഞ്ചിലിരുന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ നമുക്കിവിടെ അറിയാം സംസ്കൃതം, ഉറുദു, തമിഴ് എന്നീ പരീക്ഷകൾ, HSA സംസ്കൃതം, HSA ഉറുദു, HSA തമിഴ് എന്നീ 3 പരീക്ഷകൾ മാത്രമാണ് ഓൺലൈൻ ആയിട്ട് നടത്തുന്നത്. ബാക്കി എല്ലാം തന്നെ നോർമലി നമ്മൾ എങ്ങനെയാണോ സാധാരണഗതിയിൽ PSC പരീക്ഷ എഴുതിയിട്ടുള്ളത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും അപ്ഡേറ്റ്സ് ആണ് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ടുള്ളത്. കുറവ് സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം എല്ലാ സബ്ജക്റ്റുകാരും റിവിഷൻ ചെയ്യുക. നിങ്ങൾ എത്രത്തോളം നന്നായി ഇന്റൻസീവായി റിവിഷൻ ചെയ്യുന്നോ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ പരീക്ഷയിൽ പ്രതിഫലിക്കും. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാം
കുറച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ, അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, ഇനി എനിക്കൊരു പ്രോപ്പർ റിവിഷൻ അല്ലെങ്കിൽ എനിക്ക് പ്രോപ്പർ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം, കുറച്ച് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളവർക്ക് ഇപ്പോ നമ്മുടെ എൻട്രിയിലെ ഏറ്റവും എഡ്യൂഫെസ്റ്റ് നടക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ സബ്ജക്റ്റുകൾക്കും ഇപ്പോൾ വെറും 999 രൂപ മാത്രമാണ് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഒരു ഫൈനൽ റിവിഷൻ ആവശ്യമാണ്, ഫൈനൽ ആയിട്ട് എനിക്ക് കുറച്ച് എക്സാംസ് അറ്റൻഡ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളവർക്കൊക്കെ ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോ നന്നായിട്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. നല്ല രീതിക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല എഫേർട്ട് ഇടുക. നിങ്ങൾ ഇന്ന് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓഗസ്റ്റിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് അത് പ്രതിഫലിക്കും. ഓക്കെ, മറ്റൊരു അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.